മരണപ്പെട്ട ശേഷം ഒരു സ്ത്രീക്ക് കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ് ഭൂരിഭാഗം ആളുകളും നൽകുക. എന്നാൽ ആ ഉത്തരത്തെ തിരുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിനം ജോർജിയയിൽ റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി മാസം മസ്തിഷ്ക മരണം സംഭവിച്ച ജോർജിയയിലെ 31കാരിയായ നേഴ്സ് ലൈഫ് സപ്പോർട്ടിൻ്റെ സഹായത്തോടെയാണ് 4 മാസങ്ങൾക്ക് ശേഷം ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത്. അറ്റ്ലാന്റയിൽ നഴ്സായ അഡ്രിയാന സ്മിത്ത് ജൂൺ 13-നാണ് 1 പൗണ്ടും 13 ഔൺസ് ഭാരവുമുള്ള കുഞ്ഞിന് അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ജന്മം നൽകിയത്. അടിയന്തര ശസ്ത്രക്രിയയിലൂടെയാണ് 29 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ പുറത്തെടുത്തത്. ചാൻസ് എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരിയിൽ കഠിനമായ തലവേദനയെ തുടർന്ന് സ്മിത്ത് ആശുപത്രിയിൽ പോയെങ്കിലും മരുന്ന് നൽകി വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ശ്വാസം മുട്ടൽ കൂടിയതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CT സ്കാനിങ്ങിൽ അവളുടെ തലച്ചോറിൽ ഒന്നിലധികം ഭാഗത്ത് രക്തം കട്ടപിടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അപ്പോഴേക്കും ഇനി ചികിത്സ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന നിഗമനത്തിലേക്ക് ഡോക്ടർമാർ എത്തിയിരുന്നു. ഗർഭിണിയായിരുന്ന അഡ്രിയാന സ്മിത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. ഒരു പ്രാദേശിക ചാനലിൽ വാർത്ത വന്നതിനെ തുടർന്ന് സ്മിത്തിന്റെ കേസ് ദേശീയ ശ്രദ്ധ നേടുകയായിരുന്നു. കുഞ്ഞിന്റെ ജനനം വരെ ലൈഫ് സപ്പോർട്ടിൽ സ്മിത്തിന്റെ ജീവൻ നിലനിർത്തണമെന്നും എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്നുമൊക്കെയുള്ള വാദഗതികൾ ഉയർന്നു. ദേശീയ തലത്തിൽ ഉയർന്ന പ്രതിഷേധത്തിന് മറുപടിയായി ജോർജിയ അറ്റോർണി ജനറൽ ഓഫീസ് പ്രസ്താവന ഇറക്കിയിരുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ സാധാരണയായി ഗർഭാവസ്ഥയുടെ 6-ാം ആഴ്ച മുതൽ ജോർജിയയിലെ നിയമമനുസരിച്ച് ഗർഭഛിദ്രത്തിന് അനുമതിയില്ല. എന്നിരുന്നാലും ഗർഭിണിയായ സ്ത്രീയിൽ നിന്ന് ലൈഫ് സപ്പോർട്ട് നീക്കം ചെയ്യുന്നത് നേരിട്ടുള്ള ഗർഭഛിദ്രമല്ല എന്നായിരുന്നു പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതിന് മറുപടിയായി ജോർജിയയുടെ അഡ്വാൻസ് ഡയറക്റ്റീവ് ഫോർ ഹെൽത്ത് കെയർ ആക്ടിലെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി ചില നിയമവിദഗ്ധർ രംഗത്തെത്തി. നിയമത്തിലെ സെക്ഷൻ 31, 32, 9 പ്രകാരം ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ മാരകമായ അവസ്ഥയിലോ സ്ഥിരമായ അബോധാവസ്ഥയിലോ ആണെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയും ഉയർത്തിക്കാട്ടി. അറ്റ്ലാന്റയിലെ എമോറി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സ്മിത്തിന്റെ കുഞ്ഞ് ജനിക്കുന്നതുവരെ ലൈഫ് സപ്പോർട്ടിൽ തുടരണമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്ന് സ്മിത്തിന്റെ അമ്മ ന്യൂഗിർക്ക് പറഞ്ഞു. സ്മിത്തിന്റെ ലൈഫ് സപ്പോർട്ട് ഉടൻ പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. സ്മിത്തിന് 7 വയസ്സുള്ള മറ്റൊരു മകനുണ്ട്. ബേബി ചാൻസ് നിലവിൽ NICUവിലാണ്. അവൻ പോരാടുകയാണെന്നും എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അഡ്രിയാന സ്മിത്തിന്റെ അമ്മ ന്യൂഗിർക്ക് അഭ്യർത്ഥിച്ചു.